ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സാധാരണ സ്പെഷ്യലൊന്നുമല്ല, ഒരു ഒന്നൊന്നര സ്പെഷ്യൽ കറിയാണിത്. കാരണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന്. കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ കറി ഇത്ര സ്പെഷ്യൽ ആവാനായിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, സവാള ഒന്ന് ഇടാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞി സവാളയൊക്കെ ആണെങ്കിൽ ഒരു 3-4 വരെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണവും അതുപോലെ തന്നെ 4-5 ചുള വെളുത്തുള്ളിയും നമുക്ക് മതി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. എരിവൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒന്നും യൂസ് ചെയ്യണില്ല. ആകെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അത് നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് നല്ലോണം ഇട്ട് കൊടുക്കുക. കാരണം നല്ല സ്പൈസിനെസ് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്തിരി എരിവ് കൂടി നിന്നാലും കുഴപ്പമില്ല, നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി അധികം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ കിട്ടുമ്പോൾ തന്നെ ആ കറി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്നറിയോ, ഓട്സ് ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ കയ്യിൽ ഓട്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും കഴിക്കും. അപ്പോൾ ഓട്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മസാലയൊക്കെ ഒന്ന് ഓട്സിൽ പിടിക്കാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് ആ ചിക്കൻ പീസിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഓട്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. ഈ ഒരു ചിക്കൻ കുക്കായി കഴിഞ്ഞ് വരുമ്പോഴത്തേന് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഗ്രേവി നമ്മൾ ഉദ്ദേശിച്ച അത്രയും കിട്ടിയെന്ന് വരില്ല, കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതും പിന്നെ കുറച്ച് തൈരും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തൈരിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണോളം മതിയാവും. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് നമ്മുടെ കറി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് തൈരുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാച്ചിയ ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു കുഞ്ഞി തക്കാളി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കറി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ചോറിനായാലും അതുപോലെ തന്നെ ചപ്പാത്തിയോ പത്തിരിയോ എന്താണെങ്കിലും അതിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. പിന്നെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 1K സ്പെഷ്യൽ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഗിവ് അവേനെ പറ്റിയിട്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡിൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 5 വീഡിയോസ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ സീ യു വിത്ത് അനദർ വൺ. ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.